പക്ഷേ വിധിയെ തടുക്കാനാവില്ല എന്ന് മനസ്സ് മന്ത്രിക്കുന്നു. യുക്തിയോ ശക്തിയോ അല്ല യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ താക്കോൽ. മനസ്സ് പറയുന്നതാണ് സത്യം. മനസ്സ് എല്ലാവർക്കും അങ്ങനെയങ്ങ് തുറന്നു കിട്ടുന്ന ഒന്നല്ല. സ്വയം അറിവില്ലായ്മയ്ക്കപ്പുറം കാലത്തെ അറിയാൻ കൂടി മനസ്സ് സഹായിക്കും. ആ അറിവ് നല്ല സൂചനകളല്ല നൽകുന്നത്. ഒരു ദിവസം കാളിദാസൻ വിക്രമാദിത്യനോട് സൂചിപ്പിച്ചു, മഹാരാജൻ, നാം കരുതുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ ആവില്ല വിധാതാവ് തീരുമാനിച്ചിരിക്കുന്നത്. വിധാതാവിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ കഴിവാണ് ഒരാളുടെ മനസൈധര്യത്തിൻ്റെ അളവുകോലാകേണ്ടത്. വിക്രമാദിത്യൻ മനസ്സിലാകാത്തതുപോലെ കാളിദാസനെ നോക്കിയിരുന്നു. കാളിദാസൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വ്യക്തമായി പറയൂ എന്ന് പല പ്രാവശ്യം അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ കാളിദാസന് കൂടുതലൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി പറയാൻ വിധാതാവിനു പോലും കഴിയുകയില്ലെന്നതാണ് സത്യം. കാലത്തിൻ്റെ തീരുമാനങ്ങൾ കാലത്തിൻ്റേതു മാത്രമാണ്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുമായി ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ പെട്ടെന്നൊരു ദിവസം വാർത്തയറിഞ്ഞ് ഉജ്ജയിനിയൊന്നാകെ ഞെട്ടിത്തരിച്ചു. കുമാരി മല്ലിക മരിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരി മരിച്ചു. കേട്ടത് വിശ്വസിക്കാനായില്ല. ഇല്ല, ഇത് സത്യമാവരുതേ എന്ന് ആളുകൾ ആഗ്രഹിച്ചു. പക്ഷേ ഉജ്ജയിനി അസത്യങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന നാടായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കേട്ടത് വിശ്വസിക്കാൻ ആദ്യമൊന്നും ആളുകൾ തയ്യാറായിരുന്നില്ല. വിശ്വസിക്കാനാകാത്തതെങ്കിലും സത്യം ക്രമേണ എല്ലാവരും മനസ്സിലാക്കി. പ്രഭാതത്തിൽ പൂജാപുഷ്പങ്ങൾ പറിക്കാൻ കൊട്ടാരത്തിൽ മട്ടുപാവിൽ കയറിയതായിരുന്നു. മട്ടുപാവിലേക്ക് ചാഞ്ഞു കിടന്ന ചെമ്പകമരത്തിൽ നിന്നും പൂക്കൾ പറിക്കവേ എങ്ങു നിന്നോ പറന്നു വന്ന ഒരു പൂ കൈക്കലാക്കാൻ മല്ലിക മുന്നോട്ടാഞ്ഞു. കാൽ വഴുതി മട്ടുപാവിൽ നിന്നും താഴെ വീണു. തോഴിമാരും പരിചാരകരും മുറവിളി കൂട്ടി. വൈദ്യന്മാർ ഓടിയെത്തി. പക്ഷേ അകാലത്തിൽ ഗ്രസിക്കുവാൻ കാത്തിരുന്ന മൃത്യു ആർക്കും സാവകാശം കൊടുത്തില്ല. യാത്രാമൊഴിയായി ആരുടെയും മുഖത്ത് നോക്കാൻ പോലും അവസരമുണ്ടായില്ല. മല്ലിക ആർക്കുവേണ്ടിയും, ജ്യേഷ്ഠൻ വിക്രമാദിത്യനു വേണ്ടിയോ കാളിദാസനു വേണ്ടിയോ കാത്തുനിന്നില്ല. ഇറുത്തെടുത്ത മൃണാള പുഷ്പം പോലെ നിശ്ചേഷ്ടയായി കിടക്കുന്ന മല്ലികയെ നോക്കി കാളിദാസൻ നിന്നു. മരണം പുഷ്പമായി വരികയായിരുന്നു എന്ന് തോന്നും. അതോ മരണത്തിൻ്റെ ദൂതുമായി പുഷ്പമെത്തിയോ? മനോഹരമായ സുഗന്ധം പരത്തുന്ന പുഷ്പത്തിനും മരണഹേതുകമാകാൻ കഴിയുമെന്നോ? അതെ, പുഷ്പസദൃശ്യം കോമളാംഗിയായിരുന്ന മല്ലികയെ പുഷ്പം കൊണ്ട് തന്നെ വേണമല്ലോ കാലത്തിന് നിഗ്രഹിക്കാൻ. പാറിപ്പറന്നു നടക്കുന്ന ഹിമധൂളികൾ വന്നു മൂടിയിട്ടും കമലപുഷ്പങ്ങൾ നശിച്ചു പോകുന്നു. കാലവും സമയവുമാണ് ഓരോരുത്തരുടെയും വിധി നിശ്ചയിക്കുന്നത്. മരണകാലമായാൽ ചിലപ്പോൾ അമൃതബിന്ദുക്കളും കാളകൂടമായി ഭവിക്കും. രാമഗിരിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം നേരിട്ട് സംസാരിക്കാൻ പോലും അവസരം ലഭിക്കുകയുണ്ടായില്ല. നേരെ സഭാമണ്ഡപത്തിലേക്കാണ് ആനയിക്കപ്പെട്ടത്. അവിടെ മേഘദൂതത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് നടന്ന സമ്മേളനാവസരത്തിൽ തങ്ങളുടെ കണ്ണുകൾ ഇടയുകയുണ്ടായി. ഇതിനു മുമ്പൊരിക്കലും കാണാത്ത ലജ്ജാഭാവമാണ് കാണാനിടയായത്. മുമ്പ് കവി എന്ന നിലയിൽ, കവിയുടെ ആരാധികയെന്ന നിലയിൽ തന്നെ സമീപിക്കുമ്പോൾ ബഹുമാനമോ ഭക്തിയോ എന്ന് സന്ദേഹം തോന്നിക്കുന്ന മുഖവുമായാണുണ്ടായിരുന്നത്. കാവ്യനാടകാദികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വയം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരിക്കലും മടിച്ചിരുന്നില്ല മല്ലിക. അത്തരം സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ഭാവം. എന്നാൽ സമ്മേളനാവസരത്തിൽ തൻ്റെ അടുത്ത് വന്ന് ഒരു നിമിഷം നിന്നിട്ട് പതിവില്ലാതെ ലജ്ജയോടെ പിന്മാറുകയാണുണ്ടായത്. ഇപ്പോൾ മുഖത്ത് എന്തു ഭാവമാണ്! തന്നോട് യാത്ര പറയാൻ നിൽക്കാതെ പൊയ്ക്കളയാൻ എങ്ങനെ തോന്നി? പണ്ട് ഉപവനത്തിൽ പൂക്കളിറുത്തുകൊണ്ട് നിൽക്കവേ തന്നെ കണ്ട് നോക്കി നിന്ന മല്ലികയുടെ രൂപമാണ് മനസ്സിൽ തെളിയുന്നത്. അന്നു കണ്ടതുപോലെ മുഖത്ത് വിയർപ്പുതുള്ളികൾ ഇപ്പോഴും കാണുന്നു. മരണത്തിന് അല്പനിമിഷം പോലും കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായില്ല. നിന്റെ കുറുനിരകൾ ഇളകുന്നുവല്ലോ. ചുണ്ടുകളിൽ ഇനി പുഞ്ചിരി വിടരുമോ? നീ എന്തോ പറയാൻ ഭാവിക്കുകയാണോ? മരണത്തിൻ്റെ തണുത്തിരുണ്ട ഗഹ്വരത്തിൽ ഹിമാലയ സാനുക്കളിലെ ദിവ്യ ഔഷധികൾ ലഭിക്കില്ലേ? പ്രകാശം പരത്തുന്ന അവയിലേതെങ്കിലും സേവിക്കാൻ നിനക്കാവില്ലേ? ആരാണവ ശേഖരിച്ച് മല്ലികയ്ക്ക് കൊടുക്കാനുള്ളത്? തനിക്ക് കൂടെ പോകാനാകുമോ? കാളിദാസന് സ്വന്തം മനസ്സ് വിക്ഷുബ്ധാവസ്ഥയിലേക്ക് പോകുകയാണോ എന്ന ഭയം തോന്നി.
നിയന്ത്രണം നഷ്ടപ്പെടുമോ? മല്ലിക തന്നെ വിട്ടുപോവുകയാണ്. പ്രകാശം പരത്തുന്ന ദിവ്യ ഔഷധികളിൽ വളർന്നു നിൽക്കുന്ന വനത്തിൽ എത്തിയോ എന്ന് കാളിദാസന് തോന്നി. ആ പ്രകാശങ്ങൾ അഗ്നിജ്വാലയായി മാറുകയാണ്. മല്ലികയുടെ മൃദുകോമളമായ ശരീരത്തിലേക്ക് അവ പടർന്നു കയറുന്നു. ഇല്ല, ഇല്ല, താൻ സ്വപ്നം കാണുകയാണ്. കാളിദാസൻ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചു. അശോകവൃക്ഷങ്ങളെ അഗ്നിജ്വാലകൾ പോലെ പൊതിയുന്ന പൂക്കൾ കൊണ്ട് താൻ എന്തു ചെയ്യും? ഇനി ആർക്കു വേണ്ടിയാണ് അവ പറിച്ചുകൂട്ടുക? മന്ദാരപുഷ്പങ്ങൾ കൊഴിഞ്ഞു വീണു. മലർമെത്തകൾ രൂപപ്പെടുമ്പോൾ അതിലിരുന്ന് ഋതുസംഹാരവും മേഘദൂതവും ആലപിക്കാൻ ഇനി ആരാണുള്ളത്? തൻ്റെ ശ്ലോകങ്ങൾ പാടാൻ ഇനി ഈ ചുണ്ടുകൾ ചലിക്കുമോ? ഈ ഉജ്ജയിനി ഇനി ശോഭകെട്ടതായി മാറുകയില്ലേ? ക്ഷിപ്രാതീരത്തെ ചെമ്പകവൃക്ഷച്ചില്ലയിൽ കൂടുകൂട്ടിയിരിക്കുന്ന ചക്രവാകങ്ങൾക്ക് ഇനി തീറ്റ കൊടുക്കുന്നതാര്? കർണികാരത്തിൻ്റെയും മന്ദാരത്തിൻ്റെയും ചില്ലകളിൽ തത്തിക്കളിക്കുന്ന ശരികകളോടും മയൂരങ്ങളോടും ചാതകങ്ങളോടും പൊയ്കയിൽ നീന്തി നടക്കുന്ന രാജഹംസങ്ങളോടും കിന്നാരം പറയാൻ ഇനി ആരുണ്ട്? വെൺതാമര ഇതിലിൻ്റെ ശുഭ്രതയിൽ കർണികാരപ്പൂവുകൾ നെയ്തെടുത്ത പട്ടുചേലയണിഞ്ഞ് ഇനി തൻ്റെ കുടീരത്തിലെ മലർമെത്തയിൽ ആരാണ് ശയിക്കുക? ആ ശയനത്തിൻ്റെ ശാന്തത രാവെളുക്കുവോളം ദർശിക്കുവാൻ കൊതിച്ച തനിക്ക് ഇനിയൊരിക്കലും ഉണരാതെ ഈ ശയനത്തിൻ്റെ ദർശനമാണോ വിധിച്ചത്? ഉദയാരുണൻ്റെ ശോഭം നിറം പകരുന്ന തൻ്റെ മുഖാംബുജത്തിലെ കഞ്ചനപ്പക്ഷികളെ ഇനി എങ്ങനെ കാണാനാകും? അവ പറന്നുപോയോ മല്ലികേ? കണ്ണു തുറക്കൂ മല്ലികേ, കണ്ണുകൾ തുറക്കൂ മല്ലികേ. നിചലൻ കാളിദാസനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ക്രമേണ മനസ്സിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കാനായി.